ഹലോ ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുഞ്ഞൻ കാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഞാൻ മുന്നേ 2 വീഡിയോയിൽ ഇതുമാതിരി കുഞ്ഞൻ കാറിൻ്റെ വിശേഷങ്ങളുമായി ഇട്ടിരുന്നു. അങ്ങനെ ഒരുപാട് എനിക്ക് എൻക്വയറി ചെയ്തിരുന്നു, ചേട്ടാ ചെറിയ വണ്ടികളെന്ന് പറയാൻ പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് എൻ്റെ വണ്ടിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ചേട്ടാ ഈ വണ്ടിയിൽ നിന്ന് ഇടുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത് ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കുഞ്ഞ് ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു കുഞ്ഞൻ കാറാണ് കേട്ടോ. ഇത് നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ നീറ്റൻ വണ്ടി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇത് 2010 മോഡലിൽ വരുന്ന ഹുണ്ടയുടെ GLS വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ടെസ്റ്റിന് വരുന്നത് 2030 അപ്പോൾ ഇത് കിലോമീറ്റർ റണ്ണായിട്ടുള്ളത് 83,000 കിലോമീറ്ററാണ്. പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ്, പിന്നെ 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന് വരുന്ന ആസ്കിങ് പ്രൈസ് വരുന്നത് 1,12,000 റുപ്യാണ്. അത് നെഗോഷ്യബിളാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം. ഇതിന് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്, ആളുടെ പേര് പ്രശാന്ത് എന്നാണ്. ഓക്കെ, ഈ വണ്ടി നിലവിൽ തൃശ്ശൂരാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കാർ എന്ന് പറഞ്ഞാൽ അടിപൊളി കാറാണ്. എന്നിട്ടാലും ഇത് മറ്റേ തൃശ്ശൂർ രജിസ്ട്രേഷനല്ല, KL 13 രജിസ്ട്രേഷനാണ്. ഈ KL 13 രജിസ്ട്രേഷൻ എവിടുത്തെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് എക്സ്റ്റീരിയലേക്ക് പോകാം. ഈ വണ്ടിയുടെ എക്സ്റ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അലവിലില്ല കേട്ടോ. ടയർ ഓൾമോസ്റ്റ് നമുക്കൊരു 70% ടയറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാം. ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. ഇതിൻ്റെ ടയർ നേരത്തെ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് 70% ടയറുണ്ട്, അലോയിലല്ല. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരാം കേട്ടോ. ഇത് ഹ്യുണ്ടായുടെ സാൻഡ്രോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. GLS വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഹ്യുണ്ടായി സാൻഡ്രോ GLS വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് കാണുമ്പോൾ നോക്കിയേ, എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയേ. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ. ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റുന്നവർ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാതെ പോവില്ല. ഇത് ഒരു 2 വീലറിൻ്റെ വിലയ്ക്ക് കിട്ടും. ഒരു 2 വീലർ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയുടെ വില. അപ്പോൾ ഈ വണ്ടിക്ക് വരുന്ന ആസ്കിങ് പ്രൈസ് 1,12,000. നമുക്കിനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ നോക്കിയേ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി ആയതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അവർ നല്ല അപ്പോൾസറി നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ കവറിങ് ഉണ്ട്, അതേപോലെ അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നോക്കി നിങ്ങൾ എന്താ എൻ്റെ ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ തന്നെയാണ്. അപ്പോൾ ഒരു കുഞ്ഞൻ ഫാമിലിക്ക് പറ്റിയ അടിപൊളി കാറാണ്. ഈ കുഞ്ഞൻ ഫാമിലിൻ്റെ അടുത്ത് പറയാച്ചാൽ വലിയവർക്കും വാങ്ങിക്കാൻ പറ്റാണ്ടല്ല, അവർക്കും വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇത് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആയതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്. വലിയ ടീമുകളൊന്നും ഈ വക വണ്ടികളൊന്നും വാങ്ങിക്കില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞൻ ഫാമിലിക്ക് കുഞ്ഞേ കാറ് എന്ന് എടുത്തെടുത്ത് വീണ്ടും പറഞ്ഞത്. ചെറിയ വിലയ്ക്ക്, ബൈക്കിൻ്റെ വിലയ്ക്ക് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, അത് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ധൈര്യം പോലെ ഒന്ന് വാങ്ങിക്കാം. ഇത് നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ വരെ തൃശ്ശൂരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു വില വരുന്നത് 1,12,000. അതിലെന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഇതിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഉണ്ടാവും. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ നോക്കിയേ എത്രത്തോളം ക്ലീൻ ആണെന്ന് നോക്കിയാൽ. ഒരു 2010 വണ്ടീനെ അപേക്ഷിച്ച് പുതിയ വണ്ടീനെ വലിയ രീതി ഇല്ലെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇത് 3rd ഓണർഷിപ്പിൽ പറഞ്ഞ ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ള 83,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്ററാണ്. ഇത് ജെനുവിൻ കിലോമീറ്റർ തന്നെ കേട്ടോ. ഇത് നോളെ പറയണമെന്നല്ല. നമുക്കിനി വണ്ടിയുടെ ബാക്ക് സൈഡ് എക്സ്റ്റീരിയലേക്ക് വരാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കി 2010 അപേക്ഷിച്ച് ഈ വണ്ടി എന്തായാലും നീറ്റ് ആൻഡ് ക്ലീൻ. ഞാൻ വെറുതെ പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിട്ട് പറഞ്ഞില്ല. ഈ വണ്ടി നോക്കാൻ പറ്റുന്നവർ ഈ വണ്ടി വാങ്ങിക്കാതെ പോവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ്. കാരണം എൻ്റെ ഒരു വണ്ടി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വണ്ടി ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു ചോദിച്ചാൽ മതി. നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത് വെറും വാക്കല്ല കേട്ടോ. അത് നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് മെക്കാനിക്കിനെ വരെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു വണ്ടിയാണ്. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇനി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചുതരാം. ഏത് വണ്ടി ആയിക്കോട്ടെ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ എനിക്ക് അത്രയും സൗകര്യം. തൃശ്ശൂർ വിട്ട് വേറെ മറ്റുള്ള ജില്ലകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തൃശ്ശൂർ ജില്ലയിലുള്ള വണ്ടിയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പരമാവധി ആ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ റൂമിലേക്ക് പോകാം. ബാറ്ററി ഒരുവിധം നല്ല ബാറ്ററി തന്നെയാണ്, അധികം പഴക്കമില്ലാത്ത ബാറ്ററി തന്നെയാണ്.
കാരണം എന്നോട് പറഞ്ഞത് ഇതൊരു 3 മാസം പഴക്കമുള്ളതാണ്. വണ്ടി നല്ല സെൽഫ് സ്റ്റാർട്ടിങ് കണ്ടീഷനുള്ള ബാറ്ററി തന്നെയാണ്. ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കി 2010 അപേക്ഷിച്ച് നല്ല ക്ലീൻ അല്ലേ. ഞാനത് ചുമ്മാ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് പോവാം. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് ഡിക്കിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഡിക്കിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസുള്ള കുഞ്ഞൻ കാരണം അത്യാവശ്യം നല്ല സാൻഡ്രോടെ അത്യാവശ്യം നല്ല സ്പേസുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിന് സ്പെയർ ടയർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ഇതിൽ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ പ്രസാദ് നമ്പറിലോ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടെയും ചോദിച്ചിട്ട് വണ്ടി ഒന്ന് നോക്കാവുന്നതാണ്. ഇത് എടുക്കേണ്ടവർക്ക് ഒരു പണിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഇനി അടുത്ത ടെസ്റ്റ് വരുന്നത് 2030. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം പോലെ വിളിച്ചോളൂ. ഞാൻ പല വീഡിയോകളും പല കാറുകളായിട്ട് ഞാൻ ഇടാറുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയെന്ന് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൻ കാറിൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ പിച്ച് വെച്ച് നടക്കുന്ന ഒരാളാണ്, വലിയ യൂട്യൂബർ എന്നല്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.